സ്രാവികളെ കണ്ടേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മോടൊപ്പമാകുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവന്റെ ഒപ്പമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാ നമ്മുടെ നഗ്ന നയനങ്ങൾക്ക് മുൻപിൽ നമ്മുടെ കയ്യെത്തും ദൂരത്ത് നമ്മുടെ ദൈവം നമുക്ക് സന്നിഹിതനാണ്. പരിശുദ്ധ കുർബാനയായി നമ്മോടൊപ്പമായിരിക്കുവാൻ അപ്പമായിരിക്കുന്ന ദൈവത്തെ നമ്മൾ നമ്മുടെ കൺമുൻപിൽ കാണുകയാണ്. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമ്മുടെ ഹൃദയവ്യഥകളും ജീവിത വഴിത്താരകളിലെ താളപ്പിഴകളും നൊമ്പരങ്ങളും ജീവിതത്തിന്റെ സന്തോഷങ്ങളും നന്മകളും നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ സ്നേഹത്തോടെ, പൂർണ്ണ ശക്തിയോടെ നമ്മുടെ സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ലൂക്കാ എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 45 മുതലുള്ള വാക്യങ്ങൾ. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. യേശു ഗെത്സമനിയിൽ പ്രാർത്ഥിക്കാനായി പോയി. ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. പ്രാരംഭത്തിൽ യേശു അവരോട് പറയുകയുണ്ടായി, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിനെന്ന്. എന്നാൽ ശിഷ്യന്മാർ വളരെയധികം ക്ഷീണിച്ച് തളർന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. തൻ്റെ വിയർപ്പ് രക്തമാക്കി മാറ്റി അത്രയേറെ ആഴത്തിൽ പ്രാർത്ഥിച്ച യേശു തിരിച്ചു വന്നപ്പോൾ കണ്ടത് അവർ ഉറങ്ങുന്ന കാഴ്ചയാണ്. ഈശോ വീണ്ടും അവരോട് പറയുന്നത് ഇങ്ങനെയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഈശോ നമ്മളോട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്നു. ശിഷ്യന്മാരോടൊത്ത് തങ്ങളുടെ ക്ഷീണം മാറ്റിവെച്ചുകൊണ്ട് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിന്മേലേ കാരിരുമ്പാണികളിൽ വേദനയാൽ പിടഞ്ഞു ജീവൻ വെടിഞ്ഞെൻ
കാരിരുമ്പാണികളിൽ വേദനയാൽ പീഡഞ്ഞു ജീവൻ വെടിഞ്ഞെന്നീശോ. ഗെത്സേമൻ തോട്ടത്തിലൻ പാപത്തെ ഓർത്തു നാഥൻ രക്തം വിയർത്തൊഴുകി ശക്തിയില്ലാതെ വീണു. ചാട്ടവാറിനടികൾ ദേഹം മുറിച്ചപ്പോഴും ഒരു വാക്കുപോലും നാഥൻ പറയാതെല്ലാം സഹിച്ചു. 30 വർഷക്കാലം ആരാലും അറിയപ്പെടാതെ തച്ചപ്പണി ചെയ്ത് ജീവിച്ച ഈശോ വെറും 3 വർഷം കൊണ്ട് അനേകായിരങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കിയവൻ, അനേകായിരങ്ങൾ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്നവൻ, അനേകായിരങ്ങളുടെ സങ്കടങ്ങളിലേക്കും അവരുടെ ദുഃഖങ്ങളിലേക്കും അവരുടെ ലോകങ്ങളിലേക്കും അവരുടെ വ്യാധികളിലേക്കും കടന്നു ചെന്നവൻ, വെറുക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തിയവൻ, സമൂഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവരെ ചേർത്ത് നിർത്തിയവൻ, മരണത്തോളം തൻ്റെ വേദനയോട് അടുക്കുമ്പോൾ, തൻ്റെ മരണത്തോട് നടന്നടുക്കുമ്പോൾ ശിഷ്യന്മാരെ തൻ്റെ അടുക്കിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവനോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഈശോനാഥ, ഞങ്ങൾക്കും സാധിക്കുന്നില്ല ഈശോയെ. ജീവിതത്തിൻ്റെ വേദനകളും ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകളും ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണപ്പാ. നിന്നോടുകൂടെ ഉണർന്ന് പ്രാർത്ഥിക്കുവാനോ നിന്നോടൊപ്പം ചേർന്ന് നിൽക്കുവാനോ നിനക്ക് വേണ്ടി സമയം കണ്ടെത്തുവാനോ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല ഈശോയെ. അപ്പാ, ഈ നോമ്പ് കാലം നിന്നോടുകൂടെ ചേർന്നിരിക്കുവാൻ ഈശോയെ, നീ ഉറക്കത്തിൽ നിന്ന് ഉണരാനല്ല പറയുന്നത്. നീ ജീവിതത്തിൽ നിന്ന്, നിന്റെ വ്യഗ്രതകളിൽ നിന്ന്, നിന്റെ വേദനകളിൽ നിന്ന് നീ എന്നെ നോക്ക്. നീ എൻ്റെ അടുക്കിലേക്ക് കടന്നു വാ. നീ എൻ്റെ അടുത്തേക്ക് വാ ഈശോയെ. നീ അങ്ങനെ ഞങ്ങളെ വിളിക്കുമ്പോൾ നിന്റെ അടുത്തേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്കൊരപ്പനുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നൊരു ഈശോ ഉണ്ട്. ആ അപ്പൻ്റെ അടുക്കിലേക്ക് ഞങ്ങൾ കടന്നു ചെല്ലേണ്ടവരാണ് എന്നൊരു ബോധ്യം ഈ നോമ്പ് കാലത്തിൽ ഓരോ മക്കൾക്ക് നീ നൽകണമേ ഈശോയെ. സഹനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ജീവിതത്തെ അലട്ടുമ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ അപ്പൻ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമെന്ന് ആഗ്രഹിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, എൻ്റെ അപ്പനോട് ചേർന്ന് നിൽക്കുവാൻ ഈ നോമ്പുകാലം നീ ഒരുക്കണമേ ഈശോയെ. ഈ നോമ്പുകാലം അതിനൊരു അവസരമാക്കി മാറ്റണമേ ഈശോയെ. ആഴ്ചയ്ക്ക് മുന്നോടിയായി 40 ദിവസം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ, നോമ്പ് ആചരിച്ച് ഒരുങ്ങുമ്പോൾ, ഇഷ്ടപ്പെട്ടതൊക്കെ വർജിച്ച് ഈശോയോട് അടുത്തിരുന്ന് ഒരുങ്ങുമ്പോൾ, ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പാപങ്ങളോ വീഴ്ചകളോ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പാ ഈശോയെ നീ ഏറ്റെടുക്കണമേ. ഈശോയെ, അതെല്ലാം നീ ക്ഷമിക്കണമേ അപ്പാ. നല്ല കുമ്പസാരത്തോടു കൂടി, അനുതാപമുള്ളൊരു ഹൃദയത്തോടു കൂടി നിന്റെ പീഡാസഹനത്തിലേക്ക് അടുക്കുവാൻ നീ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു ഈശോയെ. അത് വെറും രക്തത്തുള്ളികളായിരുന്നില്ല, ഞങ്ങളുടെ പാപങ്ങളായിരുന്നു, ഞങ്ങളുടെ വേദനകളായിരുന്നു, ഞങ്ങളുടെ വിഷമങ്ങളായിരുന്നു ഈശോയെ. അതൊരു ബോധ്യം നീ ഞങ്ങൾക്ക് തരണമേ അപ്പാ. ഈശോയെ, നീ സഹിച്ച വേദനകളെല്ലാം ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നൊരു ബോധ്യം ഈശോയെ. അതിനോട് കൂടുതൽ ആഴപ്പെടുവാൻ ഈശോയെ, നിന്റെ കുരിശിനോട് കൂടുതൽ അടുക്കുവാൻ ഈശോ, നിന്റെ കഷ്ടപ്പാടുകളോട് കൂടുതൽ അടുക്കുവാൻ നീ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ അപ്പാ.
മാനുഷികമായിട്ടുള്ള എല്ലാ ചിന്തകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണം ഈശോയെ. ഞങ്ങളുടെ ജീവിതങ്ങളെ നീ ഏറ്റെടുക്കണമേ അപ്പാ. ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തണമേ ഈശോയെ. വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ശാന്തിയും സമാധാനവും കൊണ്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കണമേ ഈശോയെ. ഞങ്ങളുടെ ജീവിതങ്ങളാകുന്ന ഈശോയെ, ഞങ്ങളുടെ ജീവിതങ്ങളാകുന്ന തോണി ആടി ഉയലുമ്പോൾ അമരത്ത് നീ ഉണ്ടെന്നൊരു ബോധ്യം നീ ഞങ്ങൾക്ക് നൽകണമേ ഈശോയെ. ഈ നോമ്പുകാലം അതിനൊരു അവസരമാക്കി, അതിനൊരു ഈശോയെ, അതിനൊരു വഴിയാക്കി നീ മാറ്റണമേ. കാൽവരിയിൽ ചിന്തിയ രക്തത്തിൻ ബലമായി സാധുവായ എനിക്ക് ദാനമായി രക്ഷ നൽകി. കാൽവരിയിൽ ചിന്തിയ രക്തത്തിൻ ബലമായി സാധുവായ എനിക്ക് ദാനമായി രക്ഷ നൽകി. യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ച ആ പൊന്നു തമ്പുരാൻ നമ്മളെ നോക്കി ഇന്ന് ഈ തിരുവോസിയിൽ നിന്നും ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പാടുപീഡകളെ പ്രതി ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു അപ്പാ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു പൊന്നു തമ്പുരാനെ. ഈശോയെ, കർത്താവേ, ഞങ്ങളായിരിക്കുന്നതായ അവസ്ഥയിൽ നിന്നെ ഉൾക്കൊള്ളുവാനുള്ളൊരു വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഞങ്ങളുടെ എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു നാഥ. കർത്താവേ, അനുഗ്രഹീതരായ ഒരു യുവതലമുറയെ തമ്പുരാനെ ഞങ്ങൾക്ക് നീ നൽകണമേ ഈശോയെ. ഹൃദയത്തിൽ വചനം പേറുന്ന, നിന്റെ സ്നേഹം പേറുന്ന ഒരു തലമുറയെ നീ നൽകണമേ അപ്പാ. ഈശോയെ, കാൽവരിയിൽ അവസാനം വരെയും നീ ഞങ്ങളെ സ്നേഹിച്ചത് കർത്താവേ ഈ ലോകത്തിന് സുവിശേഷമായി തീരുവാനാണ് അപ്പാ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാഥ. നിന്റെ ആ തിരുരക്തത്തിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക് നീ ചൊരിയണമേ നാഥ. കർത്താവേ, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളെയും തമ്പുരാനെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ. കർത്താവേ, ഈ ബലിപീഠത്തിൽ നിന്നൊഴുകുന്ന അറുതിയില്ലാത്ത സ്നേഹത്തിലേക്ക് ഞങ്ങൾ നീ ചേർത്തണക്കണമേ ഈശോയെ. ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം ക്രൂശാകും മേശയിൽ സ്നേഹക്കനലിൽ ചുട്ടെടുത്തപ്പമിതാ സ്വർഗം പാകം ചെയ്തപ്പമിതാ കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം കാണുന്നു ഓസ്തിയിൽ നാഥന്റെ മുഖം.
ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ ആഗ്രഹങ്ങളെയും, പ്രാർത്ഥനകളെയും, സ്വപ്നങ്ങളെയും, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും, സഹോദരങ്ങളെയും, ബന്ധുമിത്രാദികളെയും, നമ്മുടെ ഇടവക കൂട്ടായ്മയെയും, നമ്മുടെ ദേശത്തെയും തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും ദൈവത്തിൻ്റെ ശക്തമായ അനുഗ്രഹവും കരുണയും നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി ഇരുകരങ്ങളും കുരിശാകൃതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകളടച്ച് ശിരസ്സ് നമിച്ച് ഈശോയുടെ അനുഗ്രഹീതമായ ആശീർവാദം സ്വീകരിക്കാം. നമിക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർ നൽ ശരണം നീയേ, മൃതതൻ ഉയർപ്പും നീ തന്നെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മോടൊപ്പമായിരുന്നു നമ്മെ അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യ സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.